റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 51ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ കർട്ടൺ വോളിന്റെ 3ാമത്തെ വീഡിയോയുമാണ്. കഴിഞ്ഞ വീഡിയോകളിൽ കർട്ടൺ വോൾ എങ്ങനെയാണ് വരച്ചത്? നമ്മളൊരു കർട്ടൺ വോൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു നേർരേഖയിലാണ് നമ്മൾ കർട്ടൺ വോൾ വരച്ചത്. പക്ഷേ എനിക്കിനി ഇങ്ങനെയല്ല, ഒരു ആർക്ക് രീതിയിലൊരു കർട്ടൺ വോൾ കിട്ടണം. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആർക്കിടെക്ചറിൽ വോൾ സെലക്ട് ചെയ്തു. വോൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കർട്ടൺ വോളാണ് എടുത്തിരിക്കുന്നത്. കർട്ടൺ വോൾ എടുത്തതിന് ശേഷം ഇവിടെ മോഡിഫൈ ടാബിനകത്തുള്ള ഇവിടെ ആർക്ക് സെലക്ട് ചെയ്തു. ആർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇങ്ങനെ വരച്ചു. അതിനുശേഷം ആർക്ക് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഒരു ആർക്ക് വരച്ചു. എനിക്കിപ്പോൾ പ്രൊജക്റ്റിൽ ഈ ഒരു ആർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം, പറയാം, ഈ ഒരു ആർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3D വ്യൂ നോക്കാം. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കേട്ടോ, കർട്ടൺ വോൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ആർക്ക് ഇവിടെ വന്നിട്ടില്ല. നമ്മൾ കൊടുത്തൊരു ആർക്ക് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ആ ഒരു ആർക്കിൻ്റെ ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്ക് പറയാം, നമുക്ക് ആർക്ക് വരേണ്ട ഈ ഒരു രീതിയിലാണ്. പക്ഷേ കർട്ടൺ വോൾ വന്നില്ല. കാരണം എന്താണ്, ഇതൊരു സിംഗിൾ ഗ്ലാസ് പാനലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ആർക്കിൽ വരാറുന്നത്. അതേസമയം ഞാനിപ്പോൾ ഇവിടെ ഒരു കർട്ടൺ ഗ്രിഡ് കൊടുത്ത് ഈ ഒരു ഗ്ലാസ് പാനലിനെ കട്ട് ചെയ്ത് കൊടുത്തിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ആർക്ക് ലെവലിൽ ഈ ഒരു ഗ്ലാസ് പാനൽ വന്നേരാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആർക്കിടെക്ചറിലേക്ക് വന്നു. അതിന് വന്നതിന് ശേഷം ഇവിടെ കർട്ടൺ ഗ്രിഡ് എടുത്തു. കർട്ടൺ ഗ്രിഡ് എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, കൃത്യമായ ഒരു ആർക്ക് ലെവലിൽ തന്നെ ഈ ഒരു ഗ്ലാസ് പാനലിലേക്ക് കർട്ടൺ വോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കർട്ടൺ വോളിനെ ഇതുപോലെ ആർക്ക് ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതല്ലാതെ വേറൊരു രീതിയും കൂടെ ഉണ്ട്. അതായത് നമുക്കൊരു കർട്ടൺ വോൾ വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. ഈ വെർട്ടിക്കലായിട്ടുള്ള കട്ടിങ് എങ്ങനെ വേണം, അല്ലെങ്കിൽ എത്ര മെഷർമെൻറ്റിലാണ് വേണ്ടത്, അത് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു കർട്ടൺ വോൾ എടുക്കുക. പുതിയൊരു കർട്ടൺ വോൾ എടുത്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ട് ഇവിടെ വെർട്ടിക്കൽ ഗ്രിഡ്. ഓക്കെ, വെർട്ടിക്കൽ ഗ്രിഡിനകത്ത് ഞാൻ ഇതൊക്കെ നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ് ഫസ്റ്റ് ക്ലാസ്. അതായത് കർട്ടൺ വോളിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഇതെല്ലാം നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഫിക്സഡ് നമ്പർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുള്ളിങ്സ് വേണമെങ്കിൽ അത് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. എന്ത് കൊടുത്താലും അത് ഡിഫോൾട്ടായിട്ട് നമ്മളിവിടെ കർട്ടൺ വോൾ വരയ്ക്കാൻ നേരത്ത് വരും. ഞാനിപ്പോൾ ഇവിടെ ഫിക്സഡ് നമ്പർ കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ പ്രോപ്പർട്ടി ബോക്സിലേക്ക് വന്നു. വന്നതിന് ശേഷം ഇവിടെ വെർട്ടിക്കൽ ഗ്രിഡിനകത്ത് ഇവിടെ നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഇപ്പോൾ 15 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് വെർട്ടിക്കലായിട്ട് എനിക്ക് 15 കട്ട് വേണം. അതിനുശേഷം ഞാൻ കർട്ടൺ വോൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ആർക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ആർക്ക് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലൊരു ആർക്ക് ഇവിടെ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ആർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കർട്ടൺ വോളും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 3D വ്യൂയിലേക്ക് പോകാം. ഇവിടെ വ്യൂ എടുത്തു, 3D വ്യൂ എടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആർക്ക് ലെവലിൽ വരും. അതിവിടെ ഗ്രിഡ് എന്ന് പറയുന്നത് 15, വെർട്ടിക്കൽ ഗ്രിഡ് എന്ന് പറയുന്നത് 15 എണ്ണം. കൃത്യമായിട്ട് തന്നെ ആ ഒരു വെർട്ടിക്കൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പം കർട്ടൺ വോളിനെ എങ്ങനെ നമുക്ക് ഈ ഒരു കർവ് ഷേപ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കി. ഇനി കർട്ടൺ വോളിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് കർട്ടൺ വോളിലേക്ക് എങ്ങനെ ഒരു ഡോർ കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു വിൻഡോ കൊണ്ടുവരാം എന്നുള്ളതാണ്.